ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആഘോഷങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ. ഒത്തിരി ആഘോഷങ്ങൾ, മൊത്തം രസമല്ലേ. കല്യാണങ്ങൾ വരട്ടെ, മാമോദീസ, കല്യാണം, ഇങ്ങനെ എല്ലാം ഒത്തിരി ഫങ്ഷനുകൾ വരട്ടെ. അപ്പോൾ നമുക്ക് ഫങ്ഷനുകൾ ഒത്തുകൂടലൊക്കെ ഇപ്പോൾ കുറവല്ലേ. ഒത്തുകൂടി ചിരിച്ച് കളിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കുറേ നിമിഷമൊക്കെ ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ചിരിയും കളിയും വർത്താനവും ഒക്കെ നല്ല രസമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കല്യാണമൊക്കെ ആകാണ്ടിരിക്കണ കുറേ മക്കളൊക്കെ കാണില്ലേ. ഇപ്പം ഭയങ്കര പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പം നമ്മൾ കല്യാണമൊക്കെ നേരത്തെ ആലോചിച്ച് തുടങ്ങുന്നു തോന്നുന്നു. എല്ലാവരും നോക്കുമ്പോൾ എല്ലാം പിള്ളേർ നല്ല മിടുക്കരെ, കണ്ടാൽ നല്ലത്, കാശ് കൊണ്ട് എല്ലാം തികഞ്ഞിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നടക്കുമെന്ന് നോക്കും. ആൺപിള്ളേരും ഇങ്ങനെയായിരിക്കും, പെൺപിള്ളേരും ഇങ്ങനെയായിരിക്കും. അപ്പോൾ എല്ലാവരും നോട്ടം ഭയങ്കരമായിട്ടാണെന്നാണ് പറയണേ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഭയങ്കര നോക്കുക, പിന്നെ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ ആൾക്കാർ പറയണത്. എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നേരത്തെ കല്യാണങ്ങളൊക്കെ മക്കൾക്കൊക്കെ ആകട്ടെ. പേരക്കിടാങ്ങളെയൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടട്ടെ. അവരെ ക്രിസ്തു യേശുവും വളർക്കാനുള്ള ഭാഗ്യവും നമുക്ക് കിട്ടട്ടെ. അപ്പോൾ ഒത്തിരി ആഘോഷങ്ങൾ വന്നാലല്ലോ നിങ്ങൾ ബ്യൂട്ടി പാർലറിട്ട് വരുള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ 8-9 പേര് കല്യാണ പെണ്ണല്ലോ ഒരുങ്ങി, എല്ലാവരും കല്യാണത്തിന് പോകാൻ ഒരുങ്ങി. ഇങ്ങനെ ആഘോഷമായിരുന്നു ഇവിടെ. ചിരിയും കളിയും മേളും. ഒരാൾ നിൽക്കും, ഒരാൾ എനിക്കിങ്ങനെ പണ്ട് 7 ബ്രൈഡിനെയൊക്കെ ഞാൻ 5 മണി മുതൽ 10 മണി വരെ സമയം കൊണ്ട് ഇങ്ങനെ നിന്നിട്ട് 7 ബ്രൈഡിന് ചെല്ലുമ്പോൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിവരണതൊക്കെ ഓർക്കണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ 8-10 പേര് വന്നിട്ടുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പണ്ടത്തെ സ്പീഡ് അത്ര ഇല്ലേലും പെട്ടെന്ന് എനിക്ക് പോകാനുള്ളതാണ്. പക്ഷേ പെട്ടെന്ന് ഞാനെല്ലാം ഇങ്ങനെ ടെങ് 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 എന്നൊക്കെ ചെയ്തു. അപ്പോൾ ഭയങ്കര ഉത്സാഹമായി. അപ്പം സ്കിൻ ഗ്ലാസ് മേക്കപ്പിൻ്റെ സ്കിൻ ഗ്ലാസ് മേക്കപ്പിൻ്റെ എല്ലാ പ്രൊഡക്റ്റ് ആ ക്ലാസ് ഇറങ്ങിയപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ പോയതാണ്. അന്ന് ആ പ്രൊഡക്റ്റ് കിട്ടാനേ ഇല്ലായിരുന്നു. എല്ലാം ഇമ്പോർട്ടഡാണ്. ഇപ്പം എനിക്ക് ആ പ്രൊഡക്റ്റും കിട്ടി. അപ്പോൾ എല്ലാ മേക്കപ്പും ഉണ്ട് കേട്ടോ. ബ്രഷ് മേക്കപ്പ് ഉണ്ട്, സ്കിൻ ഗ്ലാസ് മേക്കപ്പ് ഉണ്ട്. ഏറ്റവും അപ്ഡേറ്റ് ഉള്ളത് എല്ലാ മേക്കപ്പും നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇടാം. നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരുങ്ങി പോയവരുടെ എല്ലാം ഇടാം. അവർ എൻഗേജ്മെൻറ്റിന് വേറെ പലയിടത്തു നിന്നാണ് വന്നത്. ഇത് തൃശ്ശൂർ വെച്ചായിരുന്നു. അപ്പോൾ പലയിടത്തും ഒരുങ്ങിയിട്ട് വന്നേ. എന്നിട്ട് അതിന് മുമ്പുള്ള കല്യാണത്തിനൊക്കെ ഇവിടുന്ന് ഒരുങ്ങാറ്. എന്നിട്ട് എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞ ഫോട്ടോ കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഒരുങ്ങിയാൽ മതി എന്ന് തോണ ഇവിടെയായിരുന്നു. അപ്പോൾ ഇനി ഞായറാഴ്ച കല്യാണം, അതിനും എല്ലാവരും ഞങ്ങൾക്കൊക്കെ ഒരുങ്ങാനുണ്ട്. അപ്പോൾ പിന്നെ മേക്കപ്പിന് വരുന്നതിനൊക്കെ മുമ്പൊക്കെ ഒരു ഫേഷ്യലൊക്കെ നല്ലതാണ്. ഫേഷ്യൽ ചെയ്യുമ്പോൾ ഈ ഇങ്ങനെ കരിമങ്ങലിയൊക്കെ വരാൻ കുറയും. സ്കിന്നൊക്കെ രക്തോട്ടം കൂടുമ്പോൾ നമ്മൾ സ്പായൊക്കെ ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ TV ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. ഞാൻ എന്നും എൻ്റെ തലയിൽ ചിലയിടത്ത് തൊടുമ്പോൾ ഞെങ്ങുമ്പോൾ ഭയങ്കര വിഷമം. അച്ഛൻ കഴിയുമ്പോൾ മാറും കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ ഈ ആയുർവേദം തന്നെ ഇങ്ങനെ തിരുമുമല്ലേ. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മൾ മൊത്തം ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ സ്പായൊക്കെ ചെല്ലുമ്പോൾ മുടി അതിൻ്റെ പ്രോട്ടീനും ഉണ്ട്. അത് കൂടാണ്ട് ആ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ അതൊക്കെ ഒത്തിരി നല്ലതാണ്. ഫേഷ്യൽ ചെയ്യുമ്പോഴും അതാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ലിഫ്റ്റിംഗ് ഒക്കെ നല്ലതാണ്. എന്താ ദൈവമേ, ഫേഷ്യലൊക്കെ ചെയ്തിട്ടാട്ടോ ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഇല്ല, യേശുവിൻ്റെ കൃപയാല വചനം വിശ്വസിച്ച് എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി തരാമെന്ന് പറഞ്ഞാൽ വിശ്വസ്തനായ ദൈവം എൻ്റെ യേശുപ്പൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന കാരണം ഞാൻ 33 വയസ്സ് എപ്പോഴും പറയാറുള്ളൂ. ഞാൻ പ്രായം പറയുകയില്ല. എൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണത്തിന് ഇങ്ങനെ പോയി ഡാൻസൊക്കെ കളിച്ചൊക്കെ ചെയ്ത കഥ മാർഗംകളിയുടെ ഇച്ചിരി 11 പേരുണ്ടായിരുന്നട്ടോ. ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നട്ടോ. ഞാൻ ഓടിച്ചത് ഞാൻ എപ്പോഴും സ്റ്റെപ്പ് അപ്പടി മറന്നു പോവുക. ഇനിയിപ്പോൾ ഒരാളിങ്ങനെ കൈയെടുക്കുമ്പോൾ ഞാനും എടുക്കണ്ടേ. പക്ഷേ ഒരു കൊതി, ചുമ്മാ രസം. അപ്പോൾ അങ്ങനെ 1 ദിവസം 2 ദിവസം പ്രാക്ടീസ് ചെയ്തോളൂ. പിന്നെ എങ്ങനെ ഓർക്കാനാ, അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ രസമല്ലേ മൊത്തം കല്യാണങ്ങളൊക്കെ വന്നാൽ. അപ്പം അങ്ങനെ ആഘോഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ലോകത്തിന് എല്ലാവർക്കും ആ സന്തോഷം പകരും. അങ്ങനെയാണ്. അനുഗ്രഹം ഒരാൾക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും. ഇപ്പം അംബാനീനെ ദൈവം അത്രയും അനുഗ്രഹിച്ചു. അത് ഒരാളാണോ അനുഭവിക്കണത്? എന്തോരം മനുഷ്യരെ അനുഗ്രഹം അനുഭവിക്കണേ. എന്തോരം ഇന്ത്യ മുഴുക്കിന് എന്തോരം കുടുംബങ്ങൾ അംബാനിയുടെ കാശും കൊണ്ട് ഇങ്ങനെയല്ല കാര്യം പണിയെടുത്തിട്ടെങ്കിൽ ഒരു ജോലി കൊടുക്കാൻ അവർക്ക് സാധിക്കണ കാരണേ. അങ്ങനെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കമ്പനി തകർന്നു പോയി എന്തോരം കുടുംബങ്ങളെ പെട്ടെന്ന് ഇങ്ങനെ വേറെ ജോലി കിട്ടുമായിരിക്കും, പെട്ടെന്ന് അങ്ങ് പ്രശ്നത്തിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നമ്മൾ ആർക്കും ദോഷം ചെയ്യാണ്ടിരിക്കുക. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മളോട് ദൈവം അതാ പറഞ്ഞേക്കണേ.
അപ്പം നമുക്ക് ശരിക്കും ഇച്ചിരിയൊക്കെ എനിക്കൊക്കെ കുശുമ്പ് വരാറുണ്ട് കേട്ടോ, ഭയങ്കര കുശുമ്പിയായിരുന്നു. ഇപ്പം പ്രാർത്ഥനയും വന്നേ പിന്നെ ഇങ്ങനെ ഞാൻ യേശുവിൻ്റെ മകളാണല്ലോ, ഞാൻ പിന്നെ എന്തിനു കുശുമ്പെടുക്കണോ, ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ബോധ്യം തന്ന് കുശുമ്പൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങി, ഇച്ചിരി ഒരു ഇത്. പക്ഷേ ആ പൂർണ്ണതയായിട്ട് വരണം, ആ യേശപ്പൻ്റെ ദിവ്യ സ്വഭാവത്തിന് ഉടമയാകണം. നെഞ്ചിന് കുത്തി അവനോട് ഒരു കരുണ കാട്ടി അവനോട് ക്ഷമിക്കണേന്ന് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിച്ച് യേശപ്പൻ്റെ ആ മനസ്സ് നമുക്ക് വേണം. അപ്പോൾ നമുക്കതൊന്നും നോക്കണ്ട, ലോകം എന്ത് പറയണു ഇതൊന്നും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ ഇത് കംപ്ലീറ്റ് മുടീനെ പറ്റിയാണ്. മുടിയുണ്ട്. അപ്പോൾ കരാട്ടിൻ നമ്മൾ അധികം ഇപ്പോൾ കരാട്ടിനാണ് ചോദിച്ചു തന്നെ. അപ്പോൾ ചിലർ ചോദിക്കും നിങ്ങൾ ഹെയർ ലാക്സിങ് ചെയ്യണില്ലേ, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യണില്ലേ? നിങ്ങൾക്ക് എനിക്ക് എൻ്റെ അഭിപ്രായം ന്യൂജൻ പിന്നെ വെർജിൻ ഹെയർ ഒരു 30 വയസ്സിൽ താഴെയുള്ളവരുടെയൊക്കെ മുടി ഈ കെമിക്കൽ ആണല്ലോ ഹെയർ ലാക്സിങ്ങും സ്മൂത്തനിങ്ങും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ഒക്കെ. അപ്പോൾ നമ്മൾ ഈ കളറൊക്കെ ചെയ്യണം മുടിയിട്ട് അത് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. എൻ്റെ മുടിയെ തന്നെ അതിശയം കണ്ടോ, ഞാൻ കളർ ചെയ്തിട്ട് ഈ തുണ മുടിക്ക് ഒരു പരുവരിപ്പൊന്നും വന്നില്ല. മറ്റേ കളർ ചെയ്ത ഇവിടെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ പോലെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ കരാട്ടിൻ കുറേ പ്രാവശ്യം അടുപ്പിച്ച് ചെയ്തില്ലേ, മുടി അതോടുകൂടി ഹെൽത്തിയായി, ഭയങ്കര അതിശയമായിപ്പോയി. ഇങ്ങനെ മുടിക്ക് ഇങ്ങനെ കണ്ടോ കളറൊക്കെ ചെയ്യൂട്ടോ, നല്ല അടിപൊളി കളർ ചെയ്തേക്കാവേ. എനിക്ക് കോപ്പറും ഗോൾഡൻ യെല്ലോയൊക്കെ ഇഷ്ടമുള്ളൂ. എനിക്ക് ബർഗണ്ടി അതങ്ങനത്തെ കളേഴ്സ് ഒന്നും ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഈ കളേഴ്സൊക്കെ എനിക്ക് ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരൂടെ ചെയ്യണം, അധികമായി പോയാലോന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ വണ്ടടിച്ചു പോയി. അടക്കം ഒരു മാസം കഴിയുമ്പോഴത്തേനും എനിക്ക് കരാട്ടം ചെയ്യാനുള്ള. അപ്പോൾ പിന്നെ മുടിക്ക് ഇങ്ങനെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ കരാട്ടം ചെയ്യുമ്പോൾ കവർ ചെയ്യുമല്ലോ. പക്ഷേ ഇത് കളർ ചെയ്തിട്ട് പ്രോബ്ലം വന്നില്ല. അപ്പോൾ കരാട്ടിന് എത്ര ബെറ്ററാണ്. ഈ കളർ ചെയ്ത് നമ്മളെപ്പോഴും ബ്ലാക്കൊക്കെ കളർ ചെയ്യുമ്പോൾ വൈറ്റ് ഹെയറിനൊക്കെ കളർ ചെയ്യുമ്പോൾ കെമിക്കലി പ്രശ്നമാണ്. കെമിക്കലി ഡാമേജ്ഡ് ഹെയർ നാം മുടീനെ അറിയപ്പെടുന്നത്. അതിലേക്ക് പിന്നെയും കൊണ്ടുപോയി കെമിക്കൽ. കാര്യം ആ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പേൻ പോലും ചാവില്ല. പേസ്റ്റ് ഇട്ട് പല്ല് വെച്ചിട്ട് വായിൽ പല്ലൊന്നും പോകണുള്ളൂ, അത്രയേ ഉള്ളൂ കെമിക്കലിൻ്റെ ആശൻ. എങ്കിലും കരാട്ടിനാണ് കൂടുതൽ ബെറ്റർ. അതല്ല ഒന്നും ചെയ്തിട്ടില്ല, നല്ല ഇങ്ങനെ ചുമ്മാ ഉരുണ്ട് കയറണം മുടിയില്ല ചിലരെ ഇങ്ങനെ അട്ട കയറാൻ, അത് ഒരു ഓയിലി ഹെയർ ഇങ്ങനെ അങ്ങനത്തെ ഹെയറിനൊക്കെ ഹെയർ ലാക്സിങ്ങും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ നല്ല ഇങ്ങനെ ഒഴുകിക്കിടക്കണ മുടിയേക്കും ചുരുണ്ട മുടിക്ക് എൻ്റെ അഭിപ്രായം കരാട്ടിന്. ഞാനിപ്പോൾ കരാട്ടം ചെയ്ത് എനിക്ക് കൂടുതൽ ഇങ്ങനെ കാശ് കിട്ടിയിട്ടൊന്നുമല്ല, എനിക്ക് കാശ് കൂടുതൽ കിട്ടണത് ക്രീമിന് വില കുറഞ്ഞ ക്രീമിൻ്റെ ചെയ്യുമ്പോഴാണ്. കരാട്ടിൻ്റെ നമ്മൾ ചെയ്യുന്നത് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്, അതിന് നല്ല വിലയാണ്. അപ്പോൾ പക്ഷേ എനിക്ക് മറ്റത് സ്മൂത്തനിങ്ങിൻ്റെ അതിൻ്റെ ക്രീമിന് അത്രയും വിലയില്ല. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് വരില്ല. അപ്പോൾ എനിക്ക് എളുപ്പം ലാഭം ചെയ്താൽ ഞാൻ ഉള്ളത് നല്ലത് കൂടുതൽ ബെറ്റർ ഇതാണ് എനിക്കിഷ്ടം കരാട്ടിന്. അപ്പം ന്യൂജൻ വന്നത് അപ്പടിയും കരാട്ടിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല ഹെയർ ലാക്സിങ്ങോ ഇതൊക്കെ ചെയ്യാൻ. പ്രായം ചെന്നവരാണ് ഈ കാശൊക്കെ കുറവ്. ഇപ്പോൾ എൻ്റെ പോലെ ഇങ്ങനെ സ്വഭാവം പിശുക്കുള്ള എനിക്കൊക്കെ ഉണ്ടല്ലോ, ദൈവമേ യേശുവിൻ്റെ താമതി അത് മാറിക്കോട്ടെ. യേശുബ്രാൻ എന്നെ പിശുക്കി ദാരിദ്ര്യം കാണിക്കാനല്ലോ വിട്ടേക്കണം. ഞാൻ രാജാതിരാജന് യേശുവിൻ്റെ മകളല്ല, ഓർമ്മ പോലും ഇല്ല എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് നമ്മുടെ പൈസയുടെ ചാർജ് കുറച്ച് നമ്മളിങ്ങനെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളിൽ പെടരുത്. നമുക്ക് നല്ല ബെറ്റർ സാധനം, ഒരു നല്ല ചൂടപ്പം പോലെ നല്ല ബെറ്റർ സാധനത്തിന് ഒന്നിനും ഓഫർ വരില്ല കേട്ടോ. എപ്പോഴും ഓഫർ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തു പോവുക, അത് പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ വിറ്റ് പോകാത്ത സാധനങ്ങൾ ഞങ്ങൾ ഓഫറിൽ നമ്മൾ വിൽക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രൊഡക്റ്റിന് അത്ര ഇതൊക്കെ കാണുള്ളൂ. അല്ലാണ്ട് ഏറ്റവും സൂപ്പർ ഹിറ്റ് സംഭവം ഏറ്റവും ഗുഡായിട്ടും എന്തിനാണ് നമ്മൾ ഓഫർ ചെയ്യണേ? അല്ലാണ്ട് തന്നെ ജനം ഇടിച്ച് കയറൂലേ. അപ്പോൾ നമ്മൾ മുടിയും മുഖമൊക്കെ കണ്ട ഓഫറിനൊന്നും കൊണ്ട് കൊടുക്കരുത്. ബ്രാൻഡ് കമ്പനിയുടെ സാധനം യൂസ് ചെയ്യുക. അപ്പോൾ അതിമനോഹരമായ ഇങ്ങനെ സെർനേറ്റിൻ്റെ ലക്ഷറി ഫേഷ്യലിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കിട്ടാനില്ലായിരുന്നു. സെർനേറ്റിൻ്റെ ക്ലീനപ്പും സെർനേറ്റിൻ്റെ ലക്ഷറി ഫേഷ്യലിൻ്റെ കിറ്റും ഭയങ്കര ഡിമാൻഡാണ്. ഫേഷ്യൽ ഭയങ്കര ഡിമാൻഡ്. നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചെയ്താൽ നിങ്ങളത് ഇതേ ചെയ്യുള്ളൂ. പിന്നീട് ഇനി ഇതിലും ബെറ്റർ ഫേഷ്യലുകൾ വരുമായിരിക്കും കേട്ടോ. അത് ഞാൻ ചെയ്തിട്ട് അത് പറയാം. ഇപ്പം ഞാൻ കണ്ട റിസൾട്ടിൽ ഇവിടെ എപ്പോഴും ബ്യൂട്ടി പാർലർ പിള്ളേരും പറഞ്ഞേക്കാം ഏറ്റവും ബെറ്റർ റിസൾട്ട് ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സൂപ്പർ ഫേഷ്യലിൻ്റെ ഇതുണ്ട്. അപ്പം നിങ്ങൾ രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്ദർശിക്കുക, രേവതി വെഡ്ഡിങ് കളക്ഷൻ സന്ദർശിക്കുക, രേവതി ടൈലറിംഗ് സെൻറ്റർ സന്ദർശിക്കുക. യേശുബ്ര നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി എന്നാൽ ഈ നമ്മുടെ ഹെയർ മേക്കറിന് വന്നാണ് 6 മാസം മുമ്പ് അല്ലേ, 6 മാസം മുമ്പ് ഹെയർ ലാക്സിങ് ചെയ്താണ്. ഈ തവണ ഞാൻ പറയുന്നത് കരാട്ടിലേക്ക് തിരിയാന്ന്. അതിങ്ങനെ ഇവിടെയൊക്കെ ചുണ്ട മുടിയാലോ. അപ്പം തലേന്ന് കിളത്ത് വന്നത് നമുക്കൊന്ന് കാണാം. അന്നധികം ഉള്ളൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ഇതേപ്പോൾ ഉള്ളൊക്കെ വെച്ചല്ലോ. അത് കാണിക്കാൻ വേണ്ടിയാട്ടോ ഞാൻ മുടി അയച്ചിട്ട്. അതേ കണ്ടോ ഇപ്പം തലയിൽ ഒരുമാതിരി നന്നായിട്ട് ഉള്ളു വെച്ചു. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണ്ടോ? മൾട്ടി വിറ്റാമിൻ ഗുളികയും കഴിക്കണ്ടോ? ദൈവത്തിനറിയാം. സിക്കോവൈറ്റും ബയോട്ടും ഒക്കെ കഴിക്കണ്ടോ?
ബയോട്ടിൻ്റെ സോളുകൾ ആഫ്റ്റർ കെയർ നോക്കണ്ട് യൂസ് ചെയ്യണ്ടല്ലോ. അയച്ചു തരാറുണ്ട്. ടീച്ചർ ചെയ്യണവരെ ചോദിക്കുക എങ്ങനെ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്താലാണ് മുടി ഗ്ലാമർ ആവുള്ളൂ. ഇത് എവിടുന്ന് എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് വരും കേട്ടോ. ഞാനിങ്ങനെ ചോദിക്കും ഇങ്ങനെ എല്ലാം പറയാൻ വേണ്ടി. അത് കാര്യമില്ല, ഞാനിങ്ങനെ ചോദിക്കണം നിങ്ങൾക്കിടെ മുടി ഞാനത് തന്നെ യൂസ് ചെയ്യുള്ളൂ, കാരണം അത്രയ്ക്കും നല്ലതാണ്. ഇനി എന്തിനാണ് ഈ മോശമുള്ള ഷാമ്പുവും ഇതൊക്കെ ചെയ്യണത്? നമ്മൾ പറയണ കേൾക്കണം, അന്നാലാണ് മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ആണില്ലേ. അതാലോ മോക്കടെ വീട് തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ രണ്ടാമത് ഇവിടെ ചെയ്യാൻ വന്നത് എല്ലാം നമ്മൾ സിൻസിയറായിട്ട് പ്രൊഡക്റ്റും ആഫ്റ്റർ കെയറും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാലോ. അപ്പോൾ ഒത്തിരി പേര് വന്നത് എല്ലാം കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ, അപ്പോൾ അവിടെ ചെയ്ത എല്ലാവരും ഇവിടെ ചെയ്തവരെല്ലാം തിരിച്ച് ഇവിടെ വന്നു. അപ്പോൾ യേശുവിൻ്റെ കൃപ. അപ്പോൾ നമുക്കിവിടെ അത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ തവണ നമ്മൾ കരാട്ടി ചെയ്യാൻ പോയി മുടിയിൽ. അപ്പോൾ അതിമനോഹരാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറും കഴിഞ്ഞ് ഇതും കരാട്ടിന. ഇന്ന് മൊത്തം കരാട്ടിൻകാരാണ്. കഴിഞ്ഞ തവണ ഹെയർ റിലാക്സിങ് ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് വന്നോ എൻ്റെ അപ്പ. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. എൻ്റെ യേശുപ്പ അത്ര അകലേന്ന് വരെ മെയിൻ അവരെന്നെ വിശ്വസിച്ചേക്കണ യേശുപ്പൻ്റെ വചനം കേട്ടാട്ടോ. പിന്നെ ചെയ്ത് കാണുന്നുള്ള റിസൾട്ടിൻ്റെ എൻ്റെ ദൈവമേ. കഴിഞ്ഞ തവണ വന്ന് ചെയ്ത് 6 മാസം കഴിഞ്ഞപ്പോൾ വന്നതാണ്. മുടി കാണാം. ഇതിനെ പണ്ടുണ്ടായിരുന്ന മുടിയാണിത് ഈ കാണുന്നത്. അപ്പോൾ അന്നത്തെ ഉള്ള ഓർത്ത് നോക്കാം. ഇപ്പോൾ തലേന്ന് എടുത്ത് വന്നത് 5-6 മാസം കൊണ്ട് വന്നത് ഇത്രയും മുടി. അതിൻ്റെ തിക്നെസ് നോക്കട്ടോ. അപ്പോൾ നല്ല തിക്നെസ്സായി. ഇനി ഒരു 2-3 പ്രാവശ്യം കൊണ്ട് ഇപ്പോൾ 6-7 മാസമായുള്ളൂ ചെയ്തിട്ട്. ഇപ്പോൾ ഇവിടെ ഒക്കെ നോക്കിക്കേ, നിറച്ച് മുടിയായില്ലേ നോക്കിക്കേ, തലയിൽ നിറച്ച് മുടിയായി. ഇനി പണ്ടത്തെ ഈ മുടിയൊക്കെ വെട്ടിപ്പോണം. അത് ഇങ്ങനെ എപ്പോൾ വെട്ടിയാൽ ഒത്തിരി ഷോർട്ടായി പോകില്ലേ. അപ്പോൾ കുറേശ്ശെ ഡ്രിം ചെയ്ത് അത് ഉള്ളായിക്കോളും. പണ്ട് ഉള്ളിലായിരുന്നു അല്ലേ? ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ തല കണ്ടോ, ഇപ്പോൾ കണ്ണാടി നോക്കുമ്പോഴും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടാൽ അതേ മുടിയായി. അപ്പോൾ നമുക്ക് ഒരു കണ്ണാടിയിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്കിത് കണ്ടോ ആ മുടി ഒരിച്ചിരി മുടിയെടുത്ത് ഫ്രണ്ടിട്ടൊക്കെ ഇടുമ്പേ പിന്നെ ഒന്നും കെട്ടാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മുഖത്തിന് നല്ല ഷേപ്പ്. ഇങ്ങനെ കെട്ടണേക്കാളും എനിക്കിഷ്ടട്ടോ. അല്ലെങ്കിൽ ഭയങ്കര കറക്റ്റ് ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ വലിച്ചു കെട്ടിയാലൊക്കെ നല്ല രസമായി. അവരൊക്കെ കാണാൻ നല്ലതാണ്. എനിക്കിങ്ങനെ കെട്ടുമ്പോൾ എൻ്റെ മുഖം കാണാൻ കുറ്റം പറയരുതെന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ചേക്കണ ദൈവത്തിന് തെറ്റുപറ്റുമില്ല. നമ്മളെയൊക്കെ നല്ല യുണീക്കായിട്ട് നമ്മൾ നല്ല ഗ്ലാമറിലാണ് സൃഷ്ടിച്ചേക്കണേ. അപ്പം നമ്മൾ നല്ലത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് നമ്മളെ കാണാനോ കൊള്ളില്ലെന്ന് നമുക്ക് പറയാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന് ഇതിനൊക്കെ ഉത്തരവാദി ദൈവം സ്രഷ്ടാവാണ്. അപ്പം നമ്മൾ കുറ്റം പറയാൻ പാടുള്ളൂ യേശുപ്പനെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എൻ്റെ തലയുടെ കൂടെ പറഞ്ഞിരിക്കാന്നൊക്കെ. പക്ഷെ അതൊക്കെ ഇപ്പം ബോധം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ബോധം നൽകി. യേശുമ്പരാൻ ഇഷ്ടമുള്ളവർ എന്നെ സൃഷ്ടിച്ചേക്കണം. അത് മനോഹരമാകാണ്ടിരിക്കില്ല. അപ്പോൾ അത് ഏതവസ്ഥയായാലും മനോഹരമാണ്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതേപ്പം മുടി പൊട്ടി ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ബുദ്ധിയും കൂടെ തന്നിട്ടുണ്ട്. അതിനുള്ള കരാട്ടിൻ കണ്ടുപിടിക്കാൻ മനുഷ്യർക്ക് പറ്റിയാറിനാലെ മുടി ഇങ്ങനെ ചെയ്തിരുന്നത്. പല്ല് പൊങ്ങി ഇങ്ങനെ ഇരുന്നു. പല്ല് കെട്ടിക്കാനുള്ള ബുദ്ധി അതൊക്കെ ഡോക്ടർമാർക്ക് കൊടുത്തിട്ടല്ലേ പല്ലൊക്കെ മുല്ലമൊട്ടാകണത്. അപ്പോൾ എല്ലാവർക്കും മുല്ലമൊട്ടാകാൻ സാധിക്കും. എല്ലാവരുടെ മുടി ഇങ്ങനെയാകും. പണ്ട് ചിലരുടെ മുടിയൊക്കെ കണ്ട് കുറിച്ചിട്ടില്ലേ, സിൽക്കി ഹെയർ ആയിട്ട് ഇങ്ങനെ കിടക്കണം മുടി. ഇപ്പം ആരുടെ മുടി ഇങ്ങനെയാകാനല്ലേ? അതൊക്കെ എല്ലാം ദൈവം തന്നത് മാത്രം, മഹത്വം ഈശ്വരാനും മാത്രം. അപ്പോൾ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ചെയ്ത്? അപ്പോൾ കൊച്ചിനെ ഇഷ്ടപ്പെട്ടിട്ടാണ് 2ാം പ്രാവശ്യം വന്നേക്കണേ. ആഫ്റ്റർ കെയർ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം കറക്റ്റാണ്ട്. D3 നോക്കിയായിരുന്നാണ് പറഞ്ഞേ? അത് കുഴപ്പമില്ല. എൻ്റെ ഇപ്പം B12 വരെ പോയി പരിശോധിച്ചു. എന്ത് പരിശോധിക്കുമ്പോഴും എനിക്ക് കുഴപ്പമില്ല. യേശുവിൻ്റെ കൃപയാൽ ഈ നീർക്കെട്ട് തന്നെ എന്താണെന്ന് പരിശോധിച്ച് മടുത്തു. അപ്പോൾ അത് കഴുത്തനക്കാൻ പറ്റുള്ള. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും യേശുപ്പനെ അനുഗ്രഹിക്കട്ടെ. ഈ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പോരെ. അപ്പോൾ ശരി എന്നാൽ. ഹലോ, ഇന്ന് ഈ മോക്കടെ കൂടെ ഇതിപ്പോൾ മുഖം കാണിക്കുമ്പോൾ തന്നെ അറിയാം ഇവർ പുറത്തുനിന്നുള്ളവരാണ്. കേരളത്തിൽ ഇവിടെ അടുത്തുള്ളവർ മുടിയുടെ കുറവ് മാത്രമേ കാണിക്കുകയുള്ളൂ. മുഖം കാണിക്കുന്നത് ഞാൻ തിരിച്ചു തീർത്തോട്ടെ. മുഖം കാണിക്കേണ്ടത് മാത്രം പറഞ്ഞു. മുഖം കാണിക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു പോമാനല്ല ഇപ്പം മുടിയൊന്ന് കാണാവേ. ഇതാണ് മുടിയിൽ ഞാൻ കുറ്റമൊന്നും പറയണില്ല. ഇപ്പോൾ ഉള്ളൊക്കെ പോയി ഇപ്പം എല്ലാവരുടെയും ഇങ്ങനെ ആയത് കാരണം പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇനി ഈ കരാട്ടം ചെയ്യുമ്പോൾ മുടിക്ക് തിക്നെസ്സും തോന്നിക്കും കേട്ടോ. അതൊരു നല്ല റിസൾട്ട്. എല്ലാവരും പറയണ്ട മുടിക്ക് എന്ന് വെച്ചാൽ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആ മെറ്റീരിയൽ ആ സംഭവം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമല്ലോ ഓരോ മുടിയിലും. അപ്പം നമുക്കതായിട്ട് തിക്നെസ് തോന്നിക്കണം. എന്തായാലും ഈ ചുരുണ്ട മുടിക്ക്
ഇതാണ് നല്ലത്. കരാട്ടിൻ ആണ് ഈ കൊച്ചു സജസ്റ്റ് ചെയ്തത്. അത് നന്നായി. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതീവ മനോഹരമായി പരസ്യത്തിന് വരണ പോലെ ഈ മുടി ഇപ്പോൾ കണ്ടാൽ വല്ല ലുക്കും ഉണ്ടോ? ദൈവം തന്ന ഒന്നും മോശമാവില്ല. അപ്പോൾ ഇതിന് നമ്മളൊന്ന് ഈ കരാട്ടിനും ദൈവം തന്ന ബുദ്ധിയും കൊണ്ടാട്ടോ മനുഷ്യർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനൊന്ന് മനോഹരമാക്കുമ്പോൾ ഇപ്പോൾ കണ്ടോട്ടെ അതിൻ്റെ സൗന്ദര്യം. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊന്നും വിഷമിക്കണ്ട. ഇതിനൊന്നും ഒട്ടും പ്രായം ഉണ്ടായിട്ടില്ല. അതേ വൈറ്റ് ഹെയർ കപ്പം തുടങ്ങി D3 ടെസ്റ്റ് ചെയ്യണം, മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കണം. D3 ഒരു വലിയ ഞാൻ ഫാർമസിസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. വെള്ളമായിട്ട് വലിയ ബന്ധമില്ല. കോപ്പർ വെള്ളം ചെലിക്കുള്ളൂ, മുടി നരയ്ക്കൊന്നുമില്ല. വിറ്റാമിൻ ഡെഫിഷ്യൻസി തന്നെയാണ്. എല്ലാവരും വെള്ളത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ആൾ മാറിയ പോലെ ആയില്ലേ? 10-20 വയസ്സ് കുറഞ്ഞു അല്ലേ? 20 വയസ്സ് കുറയാൻ വേറെ എന്താ മാർഗം? ഒരു മാർഗമില്ല. ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, പെട്ടെന്ന് വണ്ണം കുറയും, ആള് യങ്ങാകും, അങ്ങനെ ഒത്തിരി ഗുണമുണ്ട് ഹെയർ ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ നന്നായിട്ടുണ്ട്. കരാട്ടിനാണ് ചെയ്തേക്കണേ. കരാട്ടിൻ നാനോഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ്. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ മെയിൻ്റനൻസ് ആണ് കേട്ടോ. അത് ഇങ്ങനെ ഒഴി കിടക്കും. ഇനി ആഫ്റ്റർ കെയർ കൂടെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര സുഖമാണ്. ഇതിങ്ങനെ കിടക്കും. അപ്പോൾ മുടിയുടെ അത് കൈകാര്യം ചെയ്യുക. നമ്മളിപ്പോൾ ഗ്യാസ് ഇല്ല, ഫ്രിഡ്ജില്ല, വാഷിംഗ് മെഷീൻ എഴുതിയില്ലെങ്കിൽ ഇല്ലാണ്ട് നമ്മൾ ജീവിക്കുമോ? അതുപോലെ തന്നെയാണ് മുടി. ഒരു പ്രാവശ്യം ചെയ്താൽ നമുക്കുടെ കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ കടയിൽ ചെയ്യുന്ന എല്ലാവരും കണ്ടിന്യൂസ്. ഞാനിപ്പോൾ 15 വർഷം എൻ്റെ തല ഇത് ചെയ്തു തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ചെയ്യാറായപ്പോൾ എല്ലാവരും പറയാം എൻ്റെ മോച്ചായം അറിയുന്നത് ഏതാണ്ട് പോലെ ഇവിടെയൊക്കെ ചുരുണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു കസിൻ്റെ മോൻ്റെ കല്യാണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രമ്പൊക്കെ ചെയ്ത് പല പല കേളൊക്കെ ആക്കിയാന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അത് കഴിഞ്ഞിട്ട് കളറൊക്കെ ചെയ്യാൻ കരാട്ടും ചെയ്താലോ എന്ന് ഓർത്തോണ്ടിരിക്കണം. കാരണമാണ് നീട്ടണം. ജൂലൈയിലാണ് അത് ചെയ്യാതിരിക്കണം. എന്നിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. ഇത് കഴിയുള്ളൂ. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും ഓക്കെയോ മുടി ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. അതാണ് കരാട്ടിനൊക്കെ ചെയ്ത് ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഗുണം. അപ്പോൾ മുടിയുടെ പ്രൊഫഷൻ കാണാം. അന്നേരം കണ്ട മുടിയുടെ ഉള്ളാണോ നോക്കി. ഇതിൽ കൂടുതൽ ഇപ്പോൾ ആർക്കാ ഉള്ള ഇപ്പോഴത്തെ കാലത്ത് ആവശ്യത്തിന് മുടിയായില്ലേ നോക്കി. അന്നേരം കണ്ടപ്പോൾ മുടി ഉണ്ടായിരുന്നു. അതേ ഇത് നോക്ക്. ഇപ്പം എല്ലാവരും ചോദിക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ മുടി വല്ലതും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? ഇത് അവരുടെ ഒറിജിനൽ മുടിയാട്ടോ. അതേ കണ്ടോ, ആളുടെ മുഖവും കാണിച്ചു. അപ്പോൾ ഇനി വിശ്വസിക്കാമല്ലോ. ഇത് കണ്ടോ. ഇപ്പം ഇതിൽ കൂടുതൽ മുടിയുടെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഇത് നല്ല മുടിയായി. ഇനി ഇതിൻ്റെ ഇരട്ടി ശക്തിയിൽ വരും കേട്ടോ. ഇനി കിളുത്ത് വരുന്നത് നമുക്ക് ആ ഡിഫറൻസ് അടുത്ത തവണ ഈ കൊച്ചു റീയടിക്കാൻ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ അടിയിൽ ഇങ്ങനെ വാല് പോലെ മേട് തിക്കായിട്ട് വരും. ഒരു ഇനി വരുന്നതൊക്കെ ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും എല്ലാം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ട് വരും. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം ആഡോൺ ചെയ്യാനുള്ള നമ്മുടെ സ്റ്റാഫ് സിനി രൂപ എൻ്റെ ഒരു നല്ല എക്സലന്റ് സ്റ്റാഫാണ്. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യണം. യേശുപാസ്തോത്രം. നമുക്കിത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമല്ലേ? നമ്മുടെ സ്റ്റാഫ് ഇവർക്ക് ഒത്തിരി അനുകൂലമായിട്ട് നന്നായിട്ട് പെരുമാറി എന്ന് പറയുമ്പോൾ ഞാനിത് ഏൽപ്പിച്ചിട്ട് പോകണുള്ളൂ. അവരാണ് ഇതെല്ലാം സിൻസിയറായിട്ട് ചെയ്യണേ. അവർ നന്നായിട്ട് ചെയ്തിട്ടാലോ പിന്നെ കസ്റ്റമേഴ്സ് വന്നത് നമുക്കും അനുഗ്രഹമല്ലേ. ഇപ്പം ഞാനിപ്പോൾ സ്വർണ്ണക്കടയിൽ വീഡിയോയ്ക്കും അവരും ഇതുപോലെ സ്റ്റാഫിനെ പറഞ്ഞു. അത് കേൾക്കുമ്പോഴാണ് ഏത് കട ഉടമസ്ഥന് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. നിങ്ങളുടെ സ്റ്റാഫ് നല്ലതാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുന്നതല്ലോ തന്നെത്താൻ. അവർ പറഞ്ഞതല്ലോ തന്നെത്താൻ. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയണമെന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ശരി എന്നപ്പോൾ എല്ലാം താങ്ക് യു. ശരി എന്നപ്പോൾ എല്ലാവരും രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കൂ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. വീഡിയോ പിടിക്കേണ്ട, മുടി ഒട്ടൂല. മുടി ഒത്തിരി ഉള്ളവരുടെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ മുടിയുള്ളവരുടെ അല്ലേ വീഡിയോ പിടിക്കേണ്ടത്. അപ്പം അല്ലേ ഇങ്ങനെ മുടിയുള്ളവർ ഒത്തിരി സങ്കടപ്പെട്ട. പണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? എന്തോ ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു അല്ലേ അതിൻ്റെ. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി നന്നായിക്കോളൂ കേട്ടോ. അതെ അതിൻ്റെയാണ് ഇത്. അപ്പോൾ ഞാൻ വന്ന വഴിയെ അങ്ങനെ തന്നെ വീഡിയോ പിടിച്ചതാണ്, ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ നമുക്ക് നല്ലൊരു അതിമനോഹരമായ ഈ മുടി ശരിയാക്കിയെടുക്കാം. നമ്മൾ കരാട്ടിനൊക്കെ ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാൻ സൂപ്പർ റിസൾട്ടാണ്. ഇത് ഒത്തിരി അകലെന്ന് വന്നേക്കണേ. അപ്പോൾ കൊച്ചു പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീടൊരു സ്ഥലത്ത്, ഇതിൻ്റെ വീടൊരു സ്ഥലത്ത്. ഇപ്പോൾ താമസിക്കണം വേറെ. ഇവിടെ എല്ലായിടത്തും പാർലുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും അന്വേഷിച്ച് വർക്ക് വന്നേക്കണേ. ഗുഡ് റിസൾട്ട് തന്നെ യേശുവിൻ്റെ കൃപയാക്കിയിട്ടെ. ഇത്രയും അകലെ വന്നെയല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടം വീഡിയോയിൽ ആ വചനം പറയണതാണ്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാമൊഴിയാൽ തന്നെയല്ലേ ആ യേശുവരാൻ വചനം.
ആകുന്ന യേശുബ്രാൻ അനുഗ്രഹിച്ച് ഇത് ഒരു അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മക്കളെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു. അങ്ങോട്ട് പോയി പൊട്ടും മുടിയിൽ ഇവിടം വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടതല്ലേ. ഇത്രയും മുടി കാണുന്നതിന് ഇത് പകരമായിട്ട് പുള്ളിക്കാരി അടിയിലൊരു ഇങ്ങനെ പണ്ട് ഇവിടെ വന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു മുടിയും കൂടെ വെച്ച് ഞാൻ നോക്കുക. അന്നേരം മേളിലൊക്കെ ഉള്ളുണ്ടായിരുന്നു, അടിയിൽ ഒട്ടും ഉള്ളിലാണ്ടിരിക്കും പറഞ്ഞു. എങ്ങനെ ഉള്ളായെന്ന് പറഞ്ഞു. എന്നോടൊക്കെ കൊച്ചു പറയില്ല അങ്ങനെയൊക്കെ കാണിച്ചാൽ മതിയെന്ന്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വേറെ മുടി വെക്കാറുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സിൻസിയറായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വെച്ച് കാണിച്ചാൽ പിന്നെ അതൊരു പ്രശ്നമല്ലേ. നമ്മൾ ബൈബിൾ വചനമൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതേ കണ്ടോ, ഇതിന് വേണ്ട മുടിയുണ്ട്. ഞാൻ പറയുന്നത് അതെന്തിനാ വെക്കണേന്ന്. അടി മാത്രമേ ഉള്ളൂ. കണ്ടോ ഇതേ ഇപ്പോൾ ഇത്രയും മുടിയില്ലേ, അടി മാത്രമാണ് ഇച്ചിരി ഇവിടെ കൊണ്ട് ഇച്ചിരി നീളം കുറയേണ്ട കാര്യമുള്ളൂ. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ പറയും പണ്ട് ഒത്തിരി മുടി ഉണ്ടാകുന്ന കൊച്ചാർന്നാണ്. ഈ കൊച്ചിന് എന്തൊക്കെയോ ആരോഗ്യ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റ് ഹെയർ ഒന്നും ഈ പ്രായത്തിൽ വരില്ല, അതിനുള്ള പ്രായമില്ല. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, ബയോട്ടിൻ, സിങ്കോവൈറ്റ് എല്ലാം. D3 പണ്ട് ഒത്തിരി കുറവായിരുന്നു. അതാണ് എനിക്കൊക്കെ എങ്ങനെ അന്നേരം അറിയാൻ കൊള്ളാറുന്നല്ലോ D3. ഇപ്പം എനിക്ക് D3 37 ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഹീമോഗ്ലോബിനും ഒക്കെ കൂടിയിരിക്കുക. അപ്പം ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് നീർക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. യേശു ഇല്ല, നാവിൽ അതിന് അടിമയായിപ്പോന്ന് എനിക്ക് നീർക്കെട്ടിന്. നമ്മൾ പറഞ്ഞു പറഞ്ഞേ എനിക്ക് ഇന്ന അസുഖം അങ്ങനെ പറയരുത്. ഒരസുഖവും നമ്മുടെ ശരീരത്തിൽ വാണില്ല. നമ്മൾ ക്രിസ്തു യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിര. ശാപത്തിനോ പാപത്തിനോ പാരമ്പര്യത്തിനോ രോഗത്തിനോ നമ്മൾ ഈ വാഴാൻ അധികാരമില്ല. യേശു വാഴുന്നെടുത്തിട്ട് നോക്കാനൊന്നും ശക്തിയില്ല. അപ്പോൾ നമുക്കതൊന്ന് പൂർണ്ണാരോഗ്യം ദീർഘായുസം തരാൻ മതിയായവനെ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ മുടി ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇരട്ടി ഉള്ളു പണ്ടത്തെ വേണ്ടി അതുപോലെ ആകും. അതുപോലെ ആകുമ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ചെയ്യാൻ വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരെന്ന് പറയണത് ലഡു വേണോ ചിക്കൻ വേണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിളിച്ചിട്ട് വരുന്നത് ഉറപ്പായിട്ടും അങ്ങനെ മുടി ഉണ്ടാവില്ല. നിങ്ങൾ ബയോട്ടിനും സിങ്കോവൈറ്റും കഴിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് ആരോഗ്യ പ്രോബ്ലം എന്ന് നോക്കുക. D3 കുറവാണോ, എന്താ കുറവെന്ന്. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കണം. ആഫ്റ്റർ കെയർ എന്നും മൾട്ടിവിറ്റാമിൻ. ഇപ്പോൾ ചെടിയൊക്കെ പൂക്കാൻ വളയിടാണ്ട് വെച്ച് പൂക്കണുണ്ടോ? പണ്ട് ചുമ്മാ നട്ടാൽ പൂക്കൂലായിരുന്നോ? മാവ് കായ്ക്കണമെങ്കിൽ വളരുന്നോ? ഇല്ലേ മാവ് 25-30 വർഷമാകും. അങ്ങനെയെല്ലാം അങ്ങനെയൊക്കെ ആയി മണ്ണിൻ്റെ കാര്യം. അപ്പം നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുന്നോ. ABC ജ്യൂസൊക്കെ കഴിക്കാം. ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ. അപ്പോൾ കൗണ്ടൊക്കെ കൂടി, ഹീമോഗ്ലോബിനൊക്കെ കൂടി, അത് കൂടിപ്പോയി. അത് കഴിച്ചപ്പോൾ എനിക്ക് കറുപ്പൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പം ശരി, അത് ഇഷ്ടപ്പെട്ട മോളെ തല വിൽക്കോട്ടെ. അവിടുന്ന് ഇപ്പം എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണില്ലോ. അപ്പം ശരിയാണ്. ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട. മുടി പഴയ പോലെ ആക്കി തരും. പറയണ പോലെ കേട്ടാൽ മതി. ശരിയാണ്. ഹലോ, ഈ മുടി കണ്ടോ? മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം തലയോട്ടി കംപ്ലീറ്റ്. അതുകൂടാണ്ട് ഈ മുടിയിൽ ഹെയർ ഫിറ്റ് ചെയ്ത് ആശാത്തിൽ നടക്കണേ. ഞാൻ പറയത് ഈ മുടിയൊന്ന് കരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം ഹെയറൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കണം. കുഴപ്പമില്ല എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ. പക്ഷേ ഇത് ട്രീറ്റ് ചെയ്ത് നമുക്കിങ്ങനെ ഇപ്പോൾ ഈ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ തോന്നിക്കണേ? ഈ മുടി ചെയ്ത് കഴിയുമ്പോൾ യേശുവിൻ്റെ കൃപയാൽ പ്രായം 10-15 വയസ്സ് കുറയും. ആ മുടി കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാവും എന്നറിയാം. ഇത് കരാട്ടിനാട്ടോ ചെയ്യണേ. കാരണം ഇതൊക്കെ വൈറ്റ് ഹെയറൊക്കെ ഉള്ള ഹെയറുകളാണ്. അപ്പോൾ എപ്പോഴും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ കരാട്ടിൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ കരാട്ടിൻ ഉള്ളു തോന്നിക്കുകയും ചെയ്യും. ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണല്ലോ കരാട്ടിൻ. 40 വാഷാട്ടോ കരാട്ടിനുള്ളൂ. അപ്പോൾ 40 വാഷ് ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഇപ്പോൾ കരാട്ടിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെപ്പോഴും കരാട്ടിൻ ബയോടാനിസ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ് ചെയ്യണേ. അപ്പോൾ ശേഷം നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഞാൻ പറഞ്ഞില്ലേ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാവുന്നു. ഇതിനിപ്പോൾ എവിടെയാണ് മുടി കുറവ് നോക്കിക്കേ. ഇത്രയും മുടിയൊക്കെ അല്ലേ ഉള്ളൂ. ഇത്രയും മോനൊക്കെ പെണ്ണ് കെട്ടാൻ പ്രായമായി, മുഖം കാണിക്കണില്ലേലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ കണ്ടിട്ട് ഇത്രയും മുടിയില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇത്. എന്നിട്ടും ഇത്രയും മുടിയുള്ളതിൽ എനിക്ക് മുടി വെച്ചുകൊണ്ട് നടക്കണം. ഒട്ടും മുടിയില്ലേ. പണ്ടത്തെ മുടിയല്ല, ഉള്ള മുടി കാണുന്ന ഹെയർ ഫിക്സിങ് ഒന്നും ചെയ്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഉള്ളത് ഇങ്ങനെ നല്ല ഗ്ലാമറിൽ ഈ മുടിയും കൊണ്ട് അങ്ങ് നടന്നാൽ മതി. എന്ത് ഭംഗിയായിട്ടാണ് മുടി കിടക്കണമെന്ന് നോക്കിക്കേ. അതീവ മനോഹരമായിട്ട്. അപ്പോൾ മറ്റേ പൊട്ടിപ്പൊളിഞ്ഞിരിക്കണത് ഇത് കവർ ചെയ്തേക്കും കേട്ടോ. അയൺ ചെയ്ത ക്രീം കവറിങ്ങാണ് നമ്മൾ. അപ്പോൾ ഇത് ഓർഗാനിക് ആയത് കാരണമാണ് കഴുകുമ്പോൾ പോണത്.
അപ്പോൾ അത്രയും നല്ല ഷാമ്പൂ സ്പായും ഒക്കെ വേണം ഇതിന്. മുടി എണ്ണ തേക്കാത്ത കാരണം ഇതിനെല്ലാം ക്രീമുകളെല്ലാം ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഇങ്ങനത്തെ മുടിയുള്ളവരെല്ലാം വേഗം പോരെ. ശരി എന്നാൽ.